ഇപ്പൊ ഞാൻ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ജസ്റ്റ് എവിടെയോ പണ്ട് വായിച്ചു പോയിരുന്നു. അത്ര ഒരു അറിവ് എനിക്കുള്ള ആ ടോപ്പിക്ക് ഞാൻ അവിടെ വിട്ടു. പക്ഷെ എമ്പുരാൻ സിനിമ ഞാൻ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഇങ്ങനെ ഇവിടൊക്കെ എന്തൊക്കെയോ മുമ്പ് നടന്ന റിയൽ ഇൻസിഡന്റ് ആണോ ആ രീതിയിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ അടങ്ങുന്ന ഈ ടീനേജേഴ്സ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് എമ്പുരാൻ സിനിമയിലൂടെയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പം അങ്ങനത്തെ രാജ്യം മറന്നുപോയൊരു കാര്യത്തെ ഓർമ്മിപ്പിച്ചത് സിനിമയും സോഷ്യൽ മീഡിയയാണ്. ആ രീതി നോക്കുമ്പോൾ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഭയങ്കര എഫക്റ്റ് ഉള്ളൊരു നല്ല രീതിയിലുള്ള ഒരു കാര്യം മാത്രമാണ് സോഷ്യൽ മീഡിയ എന്നാണോ? ഒരിക്കലും അല്ല. ഓക്കെ, അതിന്റെ അതർ സൈഡിനെ പറ്റി? അതർ സൈഡ് ഞാൻ അങ്ങനെ അതർ സൈഡിലോട്ട് പോകാറില്ല. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ്സ് ആണ് എടുക്കുന്നത് എല്ലായിടത്തും. അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത് പോസിറ്റീവ്സ്. നെഗറ്റീവ്സ് എടുക്കുന്നില്ലെന്നൊന്നും ഇല്ല. എടുക്കുന്നില്ല എന്ന് വെച്ചാൽ അതിലോട്ട് ഇതുവരെ പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. ചെറിയ രീതിയിൽ പോലും നെഗറ്റീവ് സോഷ്യൽ മീഡിയ നെഗറ്റീവ്സിനെ കൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് വളർന്നു വരുന്ന രീതിക്ക് അല്ല, ചില തെറികളൊക്കെ കിട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് നല്ല പീക്ക് ലെവലിൽ തെറി കിട്ടുമ്പോൾ ഇങ്ങനെ ഡാർക്ക് അടിച്ചിരിക്കാറുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതിനെ നോക്കി കാണുന്ന അവർ കണ്ണാടി നോക്കിയിട്ട് തെറി വിളിക്കും.